ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വലിയ നോമ്പിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നോമ്പ് ദൈവവഴിയിൽ നിന്ന് അകന്നു പോയവർക്ക് തിരികെ വരുവാനുള്ള ഒരു അവസരവും ദൈവവഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കൂടുതൽ ആത്മബലവും ലഭിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ ഞായർ, കൊത്തിനെ ഞായർ, അതിനുശേഷമാണ് നോമ്പ് ആരംഭിച്ചത്. വെള്ളത്തെ വീഞ്ഞാക്കുന്ന സമയത്ത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നു, വിശുദ്ധ യോഹന്നാൻ 2:2, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ മറിയാം, രണ്ടാം ഹവ്വ എന്നൊരു വിശേഷണം ആരാധനാക്രമത്തിൽ അവൾക്കുണ്ട്. കാരണം ഒന്നാം ഹവ്വ ചെയ്ത തെറ്റിനെ അവൾ തിരുത്തുന്നു. ഒന്നാം ഹവ്വ ദൈവത്തെ അനുസരിക്കാതെ ആഗൽ കർസായുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. തന്റെ ഭർത്താവിനും അത് കൊടുത്തു. അവൾ തെറ്റ് ചെയ്തു, തന്റെ ഭർത്താവിനെയും തെറ്റിലേക്ക് നയിച്ചു. മനുഷ്യവർഗത്തെ ദൈവമഹത്വത്തിൽ നിന്ന് അവൾ അകറ്റിക്കളഞ്ഞു. എന്നാൽ രണ്ടാം ഹവ്വയായ മറിയാം, അവൾ ദൈവത്തെ അനുസരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ അവളോട് ദൂത് അറിയിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് 1:38. മാത്രമല്ല അവൾ മറ്റുള്ളവരെ കൂടി ദൈവത്തെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്നു. പരിചാരകരോട് അവൾ പറയുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. വിശുദ്ധ യോഹന്നാൻ 2:5. മനുഷ്യവർഗത്തെ അവൾ ദൈവമഹത്വത്തിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുന്നു. അവളിൽ ഉരുവായ ദൈവപുത്രനിലൂടെ മനുഷ്യവർഗം ദൈവമഹത്വത്തോട് യോജിച്ചു. നമ്മൾ അവന്റെ ദൈവത്വത്തെ പങ്കുവയ്ക്കുവാൻ അവൻ നമ്മുടെ മനുഷ്യത്വത്തെ പങ്കുവെച്ചു. ദൈവം അങ്ങനെ മനുഷ്യന്റെ ബന്ധുവായി സ്വന്തമായി മാറി. എബ്രായർ 2:14, മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അതുപോലെ തന്നെ ഇവരിൽ പങ്കുകാരനായി തീർന്നു. മാനവികതയെ അവൻ പങ്കുവച്ചു. അത് സംഭവിച്ചത് പരിശുദ്ധ മറിയാമിലാണ്. ഇനി നമുക്ക് ആദാമിലേക്ക് നോക്കാം. ആദാമിന് വേണമെങ്കിൽ ഹവ്വ ഫലം കൊടുത്തപ്പോൾ ഭക്ഷിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അവൻ അത് കഴിച്ച ശേഷം ദൈവം വന്ന് തിരക്കുമ്പോൾ, ദൈവം ആദാമിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൻ പറയുകയാണ്, എന്നോട് കൂടെ ആയിരിക്കാൻ നീ തന്ന സ്ത്രീ അതെനിക്ക് തന്നു, ഞാനത് ഭക്ഷിച്ചു എന്ന്. അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു, ഹവ്വയെയും കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു തമ്പുരാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കുടിച്ചേൻ കയ്പും ഞാനിവിടെ പറഞ്ഞു വന്നത്, ആദാമും ഹവ്വായും ചെയ്ത തെറ്റിനെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. ആദാമും ഹവ്വായും ഏദനിൽ നിൽക്കുന്നു, രണ്ടാം ആദാമും രണ്ടാം ഹവ്വായും കല്യാണ വീട്ടിൽ നിൽക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഏവങ്കേലിയൻ ഭാഗം നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഞായറാഴ്ച വിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിവിടെ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.